ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു തേനീച്ചക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. PVC പൈപ്പ് വെച്ച് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഈ പഴയ വീടുകൾക്കൊക്കെ ഉള്ള തറയിലിങ്ങനെ തേനീച്ചകൾ വന്ന് കൂട് കൂട്ടാറില്ലേ, അതിനെ നമ്മളിന്നൊരു കെണിയിലാക്കി തേനീച്ചപ്പെട്ടി വെക്കുന്നതാണ് കാണിക്കുന്നത്. അതുവഴി നമുക്ക് കുറേ തേനുകളും ഒക്കെ ലഭിക്കും. നമുക്ക് അങ്ങനെ ഒരു കൂടുണ്ടാക്കി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇതിലുള്ളൊരു തേനീച്ച വന്ന് കൂട് വച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ഓസ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓസ് കണക്ട് ചെയ്തിട്ട് MC വെച്ച് തൊട്ടിച്ചിരിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു ഓസ് നമ്മുടെ ഈ വാട്ടർ ലെവലൊക്കെ പിടിക്കുന്ന ഓസാണിത്. ഇത്ര നീളത്തിലൊരെണ്ണം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തേനീച്ചയുടെ ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്ന ഇവിടോട്ട് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ട് MC വെച്ച് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പം ഈച്ചയുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് രാത്രിയിലാണ്. തേനീച്ചകളെല്ലാം വന്ന് വൈകിട്ട് ഇതിനകത്ത് വന്ന് കയറുന്ന ഒരു സമയമുണ്ട്. അതായത് ഒരു 7 മണിക്ക് ശേഷമൊക്കെ പകലെല്ലാം പോയി തേനൊക്കെ ശേഖരിച്ചുകൊണ്ട് വന്ന് അതെല്ലാം കൂട്ടിക്കയറുന്ന ഒരു സമയമുണ്ട്. അത് വൈകുന്നേരമാണ്. ആ വൈകുന്നേര സമയത്താണ് അവരെല്ലാം വന്ന് കൂട്ടിക്കയറി കഴിഞ്ഞാണ് നമ്മളിങ്ങനെ ഓസ് പിടിപ്പിക്കുന്നത്. ഇത് തലേദിവസം നമ്മൾ പിടിപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈച്ചയ്ക്ക് ഇതിൻ്റെ അകത്തൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് അവർക്ക് മനസ്സിലാകണം ഇത് കുഴപ്പമില്ല, ഇത് ഈ വഴി കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ തലേദിവസം ഇതിങ്ങനെ പിടിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ ഈച്ചകൾ ഇതിൻ്റെ അകത്തൂടെ വന്ന് ഇറങ്ങിയും പോയി അതിന് മനസ്സിലാവും ഇത് നമ്മുടെ തന്നെ കൂടാണെന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ടാണ് നമ്മുടെ കൂടുണ്ടാക്കിയിട്ട് ഈച്ചകളെല്ലാം അകത്ത് കയറി കഴിഞ്ഞ് നമ്മളിവിടെ കെണിക്കൂടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കെണിക്കൂടുണ്ടാക്കി നമ്മളിവിടെ പുറത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈച്ചകളൊക്കെ വന്ന് കയറിക്കോളും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് കൂടുണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകാം. ഇതിപ്പോൾ ഇവിടെയൊക്കെ കുറേ ഉറുമ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഉറുമ്പിനുള്ള എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പുകളെല്ലാം കൂടെ വന്ന് നമ്മുടെ ഈ പെട്ടിക്കകത്ത് കയറി ഈച്ചകളെല്ലാം ഇവിടുന്ന് വിട്ടുപോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉറുമ്പൊടിയൊക്കെ നമുക്ക് ഇവിടെ ഇടണം കേട്ടോ. ഇതിപ്പോൾ ഈച്ച ഇങ്ങനെ വന്ന് അന്വേഷിച്ച് വന്ന് അതിൻ്റെ കൂട്ടിലോട്ട് അത് കയറും. അപ്പോൾ നമുക്ക് കെണിക്കൂടുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കൂടുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 4 ഇഞ്ച് പൈപ്പ് വേണം. ഇതാണ് 4 ഇഞ്ച് പൈപ്പ്. ഇത് ഞാനൊരു 4 ഇഞ്ച് പൈപ്പിൻ്റെ പീസ് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഈ പീസാണിത്. 4 ഇഞ്ച് പൈപ്പ്. അതൊരു ഐസോബ്ലേഡിൻ്റെ നീളമുണ്ട്. അതുപോലെ തന്നെ ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡ് ക്യാപ്പ് ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കുന്ന ക്യാപ്പാണിത്. ഇങ്ങനത്തെ ഇത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വാട്ടർ ലെവലൊക്കെ പിടിക്കുന്ന ഓസാണ്. ഇതിൻ്റെ ഈ ഓസ് ഇത് ഒരു ഇത്രയും നീളത്തിലുള്ള ഒരു 1.5 അടി നീളമുള്ള 1 അടി മേളിൽ ഉള്ള ഒരു പീസ്. പിന്നെ ഒരു പ്രഷർ ടേപ്പ് നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു 4 സ്ക്രൂ ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ടൂൾസും മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 4 ഇഞ്ച് പൈപ്പ് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യാൻ പോവാം. 2 പീസാക്കണം നമുക്കിത്. നടുവെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേയും കട്ട് ചെയ്ത് ഇതിങ്ങനെ 2 പീസാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മളിത് ഒരു ആക്സോ ബ്ലേഡ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ആക്സോ ബ്ലേഡ് വെച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് നേരെ വരച്ചിട്ട് ഒരു പേന ഉപയോഗിച്ച് വരച്ച് അപ്പോൾ അതുവഴി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ നമ്മളൊരു വരയും കൂടെ വരയ്ക്കുകയാണ്. അപ്പുറത്തെ സൈഡിലും കൂടെ കറക്റ്റായിട്ട് വരച്ചിട്ട് നമുക്ക് 2 സൈഡും കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
ഈ പൈപ്പ് ഇപ്പം നമ്മൾ രണ്ടായിട്ട് പൊളന്നെടുത്തിരിക്കുകയാണ്, 2 പീസാക്കി. ഇതെന്തിനാ ഇങ്ങനെ പൊളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് തേനെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഓസിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പൈപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ഹോളിട്ട് ഇതിവിടെ ഫിറ്റ് ചെയ്യും, ചെറിയൊരു ഹോളിട്ടിട്ട്. അതുപോലെ തന്നെ ആ വലിയ പീസ് നമ്മുടെ ആ 4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പിൻ്റെ ഇവിടെ ആ മൂല ഇവിടെ ആയിട്ടൊരു ഹോളും കൂടെ ഇടും. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ സൈഡിലും ഒരു ഹോളിടും. ഇപ്പം നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോള് അവിടെ ഇടണം. വലിയ വലിപ്പമാകരുത്, അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമുക്ക് കയറാവുന്ന രീതിയിൽ ഒരു സെൻട്രലായിട്ടൊരു ഹോൾ ഇടുക. ഒരു സൈഡിൽ ഹോൾ ഇട്ടാൽ മതി, ഒരു എൻഡ് ക്യാപ്പിൽ മാത്രം ഒരു ഹോൾ ഇടുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി അത് കയറുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം ഒരു ഹോളാക്കി. ഇനി ഇത് നമ്മളിത് പിടിപ്പിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കയറിയിരുന്നാൽ മാത്രം മതി, അകത്തോട്ട് ഒത്തിരി തള്ളിയിടേണ്ട കാര്യമില്ല. ഒരു ഏകദേശം ഇതുപോലെ നിൽക്കണം. ഈ മറ്റേ പീസാണ് വെക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ഇതിനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ജോയിൻറ്റ് മണ്ടേ വരുന്ന രീതിയിൽ കൊടുക്കാതെ, ഒരു ജോയിൻ്റ് ഇങ്ങനെ വെള്ളമൊന്നും വന്ന് ആ ജോയിൻറ്റിൽ കൂടെ വെള്ളം ഇറങ്ങാതെ നമ്മളിപ്പോൾ ഒരു ഉണ്ട് ജോയിൻ്റ് ഉണ്ട് സൈഡിലായിക്കൊണ്ട് ഇവിടെ ഒരു ഹോൾ ഇടുവാണ്. അതിപ്പോൾ ജോയിൻ്റ് രണ്ടും സൈഡിലായിക്കോളും, വെള്ളമൊന്നും ഇറങ്ങി അതിൻ്റെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ഒരു ഹോള് നമ്മൾ ഇടുകയാണ്, ഹോസ് ഇതിൽ കണക്ട് ചെയ്യാവുന്ന പരുവത്തിൽ. അതുകൊണ്ട് ഇത്രയുള്ളൊരു ഹോള് മതി. ഇതിപ്പം ഈ പീസാണ് നമ്മളിതിവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോൾ ഇച്ചിരി കൂടെ വലുതാക്കണം. ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഇട്ടൊന്ന് കറക്കിയാൽ മതി. ഈ ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പി പഴിപ്പിച്ച് ഹോളിട്ടാലും മതി. അപ്പം കറക്റ്റൊരു കമ്പി എടുത്ത്, എല്ലാവരുടെയും ഇപ്പം ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും കാണണമെന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കമ്പിയോ ഒരു സ്ക്രൂ ഡ്രൈവറോ വല്ലതും പഴിപ്പിച്ചിട്ട് പൈപ്പിൽ ഒരു ഹോളിട്ടാൽ മതി. ഇതിപ്പം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റാണ്, ടൈറ്റായിട്ട് തന്നെ കുത്തി കയറ്റുക. ചളുങ്ങിയൊന്നും പോകാൻ നോക്കണം ഈ ഓസ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഈച്ചയ്ക്ക് പോകാനുള്ളൊരു വലിപ്പം വേണം. ഉണ്ട്, നമുക്ക് ഇത്രയും മതി. ഇത് അകത്തോട്ടധികം തള്ളിയിടേണ്ട ആവശ്യമില്ല. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വെച്ചോണ്ട് നമ്മൾ ഒരു സൈഡ് അടയ്ക്കുകയാണ്. കറക്റ്റ് ഇങ്ങനെ ചേർത്ത് വെച്ചോണ്ട് നമ്മളങ്ങ് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഈ പൈപ്പിൻ്റെ ശകലം കനം കുറവുള്ളതുകൊണ്ട് നമ്മുടെ ഈ 4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പിൻ്റെ അകത്തോട്ട് ഇത് എളുപ്പം കയറിക്കോളും. കറക്റ്റായിട്ട് ജോയിൻ്റ് ഇരിക്കാവുന്ന രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഹോള് ചെറിയ ഒരു സൈഡിലോട്ട് മാറ്റിയാണ് ഹോൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഈ എൻഡ് ക്യാപ്പിൻ്റെ ഹോളുള്ള പൈപ്പ് ഈ സൈഡിൽ തന്നെ കൊടുക്കുക, ആ ചെറിയ ഹോളുള്ള സൈഡിലോട്ട്. ഇനിയും മറ്റേ ആ പൈപ്പിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് തള്ളി ഇറക്കി വെക്കുക. ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇടണം. ഇനി അതെല്ലാം ഇടാൻ പാടുണ്ടെങ്കിൽ അകത്തുവഴി ഒരു ടേപ്പ് എല്ലാം തൽക്കാലം ഒട്ടിച്ച് വെച്ചിട്ട് അകത്തോട്ട് ഇറക്കിയാലും മതി. വെച്ചുകൊണ്ട് എളുപ്പത്തിൽ ഇത് കയറിക്കോളും. ഓക്കെ, ഇപ്പം കയറിയിട്ടുണ്ട്. കയറിയ ശേഷം ഈ ഒരു പീസ് കൂടെ ഞാൻ വെച്ച് കാണിക്കാം. ഈ ഒരു സാധനം കൂടെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക. ഇങ്ങനെ കയറി കറക്റ്റ് ഏറ്റിന് നിന്നാൽ മതി, അകത്തോട്ട് അധികം ഇടണ്ട, തള്ളി ഉണ്ടോ ഈ ലെവലിന് ഇങ്ങനെ അകത്ത് നിന്നാൽ മതി. അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഈ അടപ്പും കൂടെ വെച്ച് ഇതങ്ങ് അടയ്ക്കുക. അങ്ങ് അടയ്ക്കുക. നമ്മളിത് ഈ ഗ്യാപ്പ് ടേപ്പ് വെച്ച് അടച്ചു വെക്കുകയാണ്. പിന്നെ ഈച്ച തന്നെ മെഴുക് വെച്ച് ഇത് അടച്ചോളും. പക്ഷെ നമുക്കിപ്പം തൽക്കാലം വെള്ളമൊന്നും കയറാതെ ഇരിക്കാൻ വേണ്ടി ടേപ്പ് വെച്ച് അടയ്ക്കുകയാണ്. നല്ല ഈ സൈഡും
നമ്മൾ അടച്ചു. ഇത് 4 സ്ക്രൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അടപ്പ് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു സ്ക്രൂ ചെയ്യുന്നുണ്ട്. ഇതിലോട്ടൊരു സ്ക്രൂ തിരിച്ചു കയറ്റുകയാണ്. ഈ സ്ക്രൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം തേൻ എടുത്തു കഴിഞ്ഞ് പിന്നെ ഇത് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈച്ച തന്നെ ഇത് ഹോൾ അടച്ചോളും. ഈ ഗ്യാപ്പുകളൊക്കെ അടച്ച് നല്ല ടൈറ്റായിട്ട് ഇത് പിന്നെ ഇരുന്നോളും. ഇപ്പം പുതിയൊരു ഇതായതുകൊണ്ടാണ്, കണിക്കൂടായതുകൊണ്ടാണ് തുറന്നൊന്നും പോകാതിരിക്കാൻ വേണ്ടി സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നികടയിൽ പഴയ മെഴുകോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെഴുക് വെച്ച് ഈ ഇൻഡി ഗ്യാപ്പ് ഒന്ന് അടച്ചു വെച്ചാലും മതി. സ്ക്രൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പം മെഴുകും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലേ ഉണ്ടാക്കി അത് തേച്ച് പിടിപ്പിച്ചാലും മതി. സ്ക്രൂ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇരിക്കേണ്ടതുകൊണ്ടാണ്. നമ്മളിവിടെ പട്ടിയും പൂച്ചയുടെയൊക്കെ ഒരു ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുറന്നെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു തൽക്കാലം ഒരു 4 സ്ക്രൂ അവിടെ ചെയ്ത് മുറുക്കി വെക്കുന്നത്. ഇത് ഓക്കെ. ഇത് ഇവിടെ തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ശകലം ഇതുണ്ട്, വളച്ചാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ മഴവെള്ളം ഒന്നും വന്ന് ഇതേ വഴി ഇങ്ങനെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ശകലം താഴോട്ട് വളച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ താഴോട്ടായിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി. അതുപോലെ ഈ ഓസ് ഇവിടെയും കയറ്റുന്നു. ഇവിടെ നമ്മളിപ്പോൾ MC വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. MC രണ്ടും കൂടെ എടുത്ത് കയ്യിലിട്ട് മിക്സ് ചെയ്യാണ്. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ചൂടാവുമ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റാകുന്നത്. ഒരു ചൂടാകുന്ന പരുവം വരെ നമ്മളിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് നമുക്ക് ചൂട് അനുഭവപ്പെടാം കയ്യിൽ. അതുവരെ ഇത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചെടുത്ത് ഇതേ വഴി ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ ട്യൂബ് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം തൊട്ടിട്ട് തൂക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരികൂടെ ഫിനിഷ് ആവും. കയ്യിലൊന്നും പറ്റാതെ ഇരുന്നോളും. ഓക്കെ ആയി. അതുപോലെ തന്നെ ഈ സൈഡും നമ്മൾ അടയ്ക്കുക. അപ്പം നമ്മുടെ കൂടിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ കണിക്കൂടുണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ആ സാധനത്തിലോട്ട് ഇതിങ്ങനെ കയറ്റി കണക്ട് ചെയ്യുന്നു. ഈച്ച ഇതിലെ വന്ന് ഇതിനകത്തൂടെ ഇനി ഇറങ്ങിപ്പോക്കോളും. കുറേ നാൾ കഴിയുമ്പം ഈച്ചയ്ക്ക് ഇത് ദൂരെ കൂടുതലായിട്ട് തോന്നി ഈ ഓസിൻ്റെ അകത്തൂടെ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പം വേറെ കൂടൊക്കെ വെച്ച് മാറാൻ താമസിക്കുന്ന ഉള്ള ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ഇനി കൂട് വെച്ചോളും. അപ്പം നമുക്കിത് തുറന്ന് തേനൊക്കെ എടുക്കാം. അടുത്ത പ്രാവശ്യം എടുക്കാൻ നടക്കത്തുള്ളൂ. അപ്പം നമുക്കിത് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിപ്പം നമ്മൾ കൂടിവിടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സൈഡ് നമ്മൾ ഇതേ കയറ്റി പിടിപ്പിക്കും. അതിനുവേണ്ടി നമ്മളിന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ട്.
ഇത് ചൂടാക്കിയിട്ട് നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. ഇത്രയും കേസേ ഉള്ളൂ. ഇതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതിങ്ങനെയാണ് വെക്കുന്നത്. അപ്പം ഈച്ച ഇതിലെ വഴി കയറി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പൊക്കോളും. ഇപ്പോൾ ഈ ഈച്ച ഇവിടെ പറന്ന് നടക്കുന്നത് എന്നാ വെച്ചാൽ വെളിയിലിറങ്ങിയ ഈച്ചകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിപ്പം നമ്മൾ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് പിടിപ്പിച്ചതാണ്. ഇത് ഇവിടുന്ന് നമ്മൾ ഊരിയിടുകയാണ്. ഇത് രാത്രിയിലാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. ഈച്ചകളെല്ലാം അകത്ത് കയറിയതിന് ശേഷം വൈകിട്ട് വേണം ഈ ഓസ് എടുത്ത് ഇത് കണക്ട് ചെയ്തിടാൻ. അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഈച്ചകളെല്ലാം അകത്ത് കയറി ഈച്ചകളെല്ലാം പതിയെ ഇതുവഴി വന്ന് ഇതിനകത്തൂടെ ചാടിപ്പൊക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെയാണ് കെണിക്കൂട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് വല്ലതും വെച്ച് മൂടി വെക്കുക, വെയിലൊന്നും അടിക്കാതെ ഇതൊക്കെ ആയിട്ട്. ഞാൻ നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയ ഒരു കൂട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ അപ്പുറം ഒരു വേറൊരു കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ്. ഇവിടെ ഇച്ചിരി വെയിലടിക്കുന്നതുകൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇതിങ്ങനെ ഒരു കൂട് നേരത്തെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് വഴി ഇതുണ്ട്, ഇതിലിപ്പം ഈച്ചയൊക്കെ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് ഇതിലെ ഈച്ചയുണ്ട്. ഇതാണ് നമ്മൾ വെളിയിലോട്ട് പോകാൻ വേണ്ടി കൂടുണ്ടാക്കിയത്. പക്ഷേ ഈച്ച എന്നാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇവിടെ വേറൊരെണ്ണം ഉണ്ടാക്കി. ഇതുണ്ടോ, ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മെഴുക് വെച്ച് ഈച്ച തന്നെ അടച്ചോളൂന്ന്. ഇതിപ്പോൾ ഈച്ച അടച്ചതാ തന്നെ. നമ്മൾ അടച്ചത് പോരാഞ്ഞിട്ട് ഈച്ച സ്വയമേ മൊത്തം അടച്ചു. അതായത് തണുപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി. ഇതുണ്ട് ഈച്ച പോകുന്നത് ഇതിൻ്റെ അകത്തൂടെ. ഇതിങ്ങനെ ഉണ്ടോ, ഇതിനകത്തൂടെ പോകുന്നുണ്ട്. ഇതൊരു നേരത്തെ വെച്ച കണിക്കൂടാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അല്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് നല്ല വെയിറ്റ് ആണ് ഇതിന്. ഇതിൻ്റെ അകത്ത് ഈച്ചയുണ്ട്. ഇപ്പം തുറക്കുന്ന സമയമല്ല, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ തുറന്ന് കാണിക്കാത്തത്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ ഇതിനകത്തുനിന്ന് തേൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കെണിക്കൂട് വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ കൂടാണിത്. ഇത് സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഇത് മുളയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. PVC പൈപ്പിൻ്റെ ഈ എൻഡ് ക്യാപ്പിനൊക്കെ ഒരു 40 രൂപ വില വരുന്ന ഒരെണ്ണത്തിന്. ഇപ്പോൾ 2 എണ്ണം ആകുമ്പോൾ പിന്നെ ഈ പൈപ്പും കൂടെ ആകുമ്പോൾ ഇച്ചിരി വില വരും. ഇതിപ്പോൾ പഴയത് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് പണിയുന്ന സൈറ്റിൽ നിന്നൊക്കെ പഴയതൊക്കെ ഇതുപോലെ കിട്ടും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഇനി രാത്രി കണക്ട് ചെയ്ത് കഴിയുമ്പം ഇതൊരു കൂടും കൂടെ നമുക്ക് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് കെണിക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കെണിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.